ഹായ് ബേബീസ്, സിയ എവിടുക്കാണെന്ന് ഓടിപ്പോണതെന്നറിയോ? ഞങ്ങളെ റെയിൻതാത്താൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലത്തെ പച്ചക്കറി തോട്ടത്തിലേക്കാണ് കേട്ടോ അവൾ പോണത്. അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ഡെയിലി വ്ളോഗുമായിട്ടുള്ള. പക്ഷേ ഇത് വ്ളോഗൊന്നുമല്ല, ഇതിൽ 3 റെസിപ്പി ഞാൻ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനും ഒന്ന് കാണിച്ചു തന്നതാണ് അവരുടെ പച്ചക്കറി തോട്ടം. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പറഞ്ഞ് കാണിക്കാനുള്ള താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നായിട്ട് ചെയ്യാത്തത്. അപ്പോൾ അവരവിടെ ചീര, ചെരങ്ങ, വെണ്ട, പയറ്, മത്തന്, അങ്ങനെ പലതരം പച്ചക്കറികൾ അവരവിടെ വിളവെടുപ്പ് കിട്ടിട്ടാ. അതിലെ വലിയ മത്തനാണ് ഈ കാണിച്ചിരിക്കണത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കണത് ചീരയും ചെരങ്ങയും മത്തൻ്റെലയും പിന്നെ ഒരു പ്രധാന സാധനമാണ് പൊന്നാങ്കണ്ണി. അങ്ങനെ കുറേ പച്ചിലകളായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പോൾ ഈ വീഡിയോയിൽ 3 റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. മത്തൻ്റെലയും പൊന്നാങ്കണ്ണിയും വെച്ചിട്ടുള്ള വീഡിയോസാണ് ഈ കാണിക്കാൻ പോണത്. അപ്പോൾ വേണ്ടവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ മത്തൻ്റെലൊക്കെ റെയറായി കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് നല്ല റെഡി ആക്കിയിട്ട് പിച്ചി എടുത്തിട്ടുണ്ട്. പിച്ചി എടുത്തത് നല്ലോണം കഴുകണം, കാരണം മണ്ണിൻ്റെ തരി ഉണ്ടാവും. അപ്പോൾ നല്ല കഴുകിയിട്ട് ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെച്ചിരിക്കണം. അപ്പോൾ സാധാരണ ഞങ്ങൾ വീട്ടിലുണ്ടാക്കൽ ഇങ്ങനെയാണ്. ഒരു ചട്ടി വെച്ചിട്ട് കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും ചീനമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച മത്തൻ്റെ ഇല ഇട്ടുകൊടുക്കുക. ഇട്ടെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കും വേണ്ട. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വെന്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടിയാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അടുത്തതാണ് ഈ സാധനം, പൊന്നാങ്കണ്ണി എന്ന് പറയട്ടാ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെട്ടിട്ട് ഇലയൊക്കെ കാണിച്ചു തരുന്നത്. അത് നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കുക. കണ്ണിനൊക്കെ നല്ല സാധനമാണെന്നാണ് പറയണത്. അപ്പോൾ കിട്ടണോര് നല്ല വൃത്തിയുള്ളത് ഇട്ടാ, കാരണം ചിലയിടത്തൊക്കെ സുലഭമായി കിട്ടുന്നതാണ്, പക്ഷേ അത് വൃത്തി ഉണ്ടാവണം എന്നില്ല. അപ്പം നല്ല വൃത്തിയുള്ള ഭാഗത്തുനിന്നാണ് ഞങ്ങൾ പൊട്ടിച്ചിരിക്കണത്. അപ്പോൾ അത് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്ന അരിയാണ് ഈ പറയുന്നത്. ചട്ടി വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ ചീര ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കുക. മൂടി വെച്ച് വേവിക്കാൻ മറക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കും വേണ്ട. പയറും ബീട്രൂട്ടും ക്യാരറ്റും അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് കടയിൽ പോയാൽ കിട്ടും. പക്ഷെ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ സാധനം കടയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എവിടുന്നാ കിട്ടാമെന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും ചെറിയുള്ളിയും തേങ്ങയിട്ട് ഒതുക്കിയിട്ട് ഈ പൊന്നാങ്കണ്ണി കിട്ടെടുത്ത് ഇളക്കിയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടത്. ഈ ഒരു ടേസ്റ്റ് വേറെ എവിടുന്നും കിട്ടൂല. ഇനിയാണ് അടുത്ത വീഡിയോ. ഇത് പൂള വേവിച്ചതാണ്, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ് ഈ കാണിക്കുന്നത് കേട്ടാ. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തീ കത്തിച്ച് വേവിച്ചോളേ. കുത്തി അടക്കാൻ പറ്റിയ പൂളാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഇവിടെ കുത്തി അടയിനി കേട്ടാ. ഇതിൻ്റെ ഇടയിൽ ഞാൻ മത്തൻ്റെ ഇല പിച്ചി എടുത്തിട്ടുണ്ട്. പിച്ചി എടുത്ത് നല്ല കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ പിച്ചി എടുക്കണവരോട് അതിൻ്റെ നാര് കളഞ്ഞിട്ട് വേണം പിച്ചെടുക്കാൻ. എന്നിട്ട് നല്ല ചെറുതാക്കിയിട്ടൊന്ന് മുറിക്കുക. കത്തി തട്ടിക്കരുതിട്ട മത്തൻ്റെ ഇലയിൽ, അങ്ങനെയാണ് ചൊല്ല്. കത്തി തട്ടിക്കാതെ പിച്ചി എടുത്തത് നല്ല കഴുകിയതിൻ്റെ ശേഷം ഈ പൂളയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എണ്ണ ചേർക്കാതെ ഇങ്ങനെ കഴിക്കണവർക്കാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ തേങ്ങ കൂട്ടി കഴിക്കണവർക്കും കുഴപ്പമില്ല കേട്ടോ. തേങ്ങ എന്ന് വെച്ചാൽ ചീനമുളകോ പച്ചമുളകോ ചെറിയുള്ളിയോ ഇട്ടിട്ട് ഒന്ന് തേങ്ങ ഒതുക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞങ്ങളിവിടെ ഉള്ളി മൂപ്പിച്ചിട്ട് വറ്റൽമുളക് ഇട്ടതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ 3 റെസിപ്പി പറയാൻ വേണ്ടിയിട്ടാണ് ഡെയിലി വ്ളോഗ് എടുത്തിരിക്കുന്നത്. ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഏത് രീതിയാണ് ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ കാണിക്കുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായ നൊട്ടങ്ങയാണ്. ഇതൊന്ന് കണ്ടപ്പോൾ നൊസ്റ്റാൾജി വന്നപ്പോൾ ഞാനൊന്ന് എടുത്ത് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും മനസ്സിലാവും. ഏത് ഭാഗം കിട്ടിയാലും വേഗം വീഡിയോ എടുക്കാൻ ഓടും. അപ്പം എൻ്റെ മനസ്സിക്ക് ഇവിടെ കണ്ടപ്പം പെട്ടെന്ന് ഓടി വന്നൊരു പാട്ടാണ് മുണ്ടക്കപ്പാടത്തെ മുത്തുമ്പഴി എന്ന് പറഞ്ഞ പാട്ടില്ലേ. അപ്പം നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഏത് പാട്ടാണ് മനസ്സിക്ക് ഓടി വന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.